മണി വീക്കിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടന്ന ബിഗ് ബോസ് ടാസ്ക് ഒരല്പം ടഫായിരുന്നു. കാരണം ടാസ്ക് നടക്കുന്നത് ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്താണ്. ഒരു ഇന്നോവ കാറിൽ 20,000 രൂപയുടെ 20 കെട്ട് വെച്ചിട്ടുണ്ട്. പുറത്തു പോകുന്ന കണ്ടസ്റ്റൻറ്റ് 1 മിനിറ്റിനുള്ളിൽ തിരിച്ചു കയറണം എന്നതാണ് ടാസ്കിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ്. 1 മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നീട് ആ വ്യക്തികൾക്ക് ഹൗസിലേക്ക് തിരിച്ചു കയറാൻ പറ്റില്ല. ഹൗസിലുള്ളവർക്ക് തീരുമാനിച്ച് 3 വ്യക്തികൾക്കാണ് ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഹൗസിലുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത് അക്ബർ, ആദില, അനുമോൾ എന്നിവരെയാണ്. ടാസ്കിന് വേണ്ടിയിട്ട് പുറത്തു പോകുന്നതിന് മുമ്പ് തന്നെ വീട്ടിലുള്ളവർ ഒരു പ്ലാനിങ്ങിലെത്തിയിരുന്നു. 3 പേരെ പറഞ്ഞു വിടും. അകത്തിരിക്കുന്ന ഒരാൾ നമ്പേഴ്സ് എണ്ണാം, എത്ര മിനിറ്റ് ആയെന്നറിയാൻ വേണ്ടിയിട്ട്. അനുമോൾ ഫ്രണ്ട് സീറ്റ് തപ്പണം, ആദില ബാക്ക് സീറ്റ്, അക്ബർ ഡിക്കി, അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ടാണ് കറക്റ്റ് ടൈമിന് 3 പേർക്കും തിരിച്ചു കയറാൻ പറ്റിയത്. 3 പേരും മാക്സിമം കെട്ട് പണം കൈക്കലാക്കുക. അതിനുശേഷം 3 പേർക്കും ഈക്വലായിട്ട് വീതിച്ചെടുക്കാം എന്നൊരു പ്ലാനിങ്ങും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ജോയിൻ്റ് ആയിട്ട് അവർ 3 പേരും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. 2,30,000 രൂപ ആകെ കളക്ട് ചെയ്തു. അനുമോൾ 1,40,000, അക്ബർ 60,000 രൂപ, ആദില 20,000 രൂപ, അങ്ങനെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ബിഗ് ബോസ് അവസാനം പറഞ്ഞിരിക്കുന്നത് ഓരോ വ്യക്തികൾ എടുത്തിരിക്കുന്ന തുക എത്രയാണോ ആ തുക ആ വ്യക്തിക്ക് സ്വന്തം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയിരിക്കുന്നത് അനുമോൾക്കാണ്. എന്നാൽ ലീവിംഗ് റൂമിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ ബിഗ് ബോസിനോട് അവരെത്ര കളക്ട് ചെയ്തതെന്ന് എണീറ്റ് പറയുമ്പം നെവിൻ്റെ മുഖം കണ്ടിട്ട് ആകെ വിഷമമാകുന്നു. നെവിനാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും മണി ടാസ്കിൽ ഒരു ടാസ്കിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം നെവിനുണ്ട്.